ഉമർ തങ്ങൾ ഹജറുൽ അസ്വദ് എന്ന കല്ലിനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, എനിക്കറിയാം കല്ലേ, നിന്നെക്കൊണ്ട് ഒരു ഉപകാരവും ഇല്ലാന്ന്, ഒരു ഉപദ്രവവും ചെയ്യാനും കഴിയൂലാന്ന്. ലൗല അന്നീ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ള നിന്നെ ചുംബിക്കുന്നത് കണ്ടതുകൊണ്ട് മാത്രം ചുംബിച്ചതാണ്. അപ്പോൾ ഞാൻ ചുംബിക്കുന്നത് റസൂലുള്ളാനെയാ, നിന്നെയല്ലാന്ന്. റസൂലുള്ളാന്റെ സകല കാര്യങ്ങളിലും മക്കാര് വിലക്ക് കൽപ്പിച്ചിട്ട് ശുഐബ് അബീ ത്വാലിബിലേക്ക് തള്ളി. ഒരു പ്രത്യേക സ്ഥലത്ത് പട്ടിണി കിടന്ന് ജീവിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഖദീജ ഉമ്മയോട് റസൂലുള്ള പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണ്ട, കുടുംബക്കാരടുത്തേക്ക് പോകാനെന്ന്. ഞങ്ങളെയാണ് വിരോധിച്ചത്, നിങ്ങളെയല്ല എന്ന് പറഞ്ഞിട്ടും ഖദീജ ഉമ്മ കൂടെ നിന്നു. ബനു ഹാഷിമിനെയാണ് വിരോധിച്ചത്, ബനു അസദിനെ അല്ല. ബനു അസദിൽപ്പെട്ട ആളായിരുന്നു ഖദീജ ഉമ്മ. ഖദീജ ഉമ്മക്ക് വരേണ്ട ആവശ്യമില്ല, പട്ടിണി കിടക്കേണ്ട ആവശ്യവുമില്ല. എന്നിട്ടും കൂടെ നിന്ന്, എന്നിട്ട് കരഞ്ഞു. കൂടെ നിൽക്കാതിരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണെന്നറിയോ? അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു റസൂലുള്ളാഹിനെ. സെയ്ദ് ബിൻ അബ്ദില്ലാഹ് എന്ന സ്വഹാബി തോട്ടത്തിൽ കിളച്ചുകൊണ്ടിരിക്കുമ്പോൾ മകൻ ഓടി വന്നിട്ട് പറഞ്ഞു, പാപ്പാ, റസൂലുള്ള വഫാത്തായി. ഇത് കേട്ടതും ആ സ്വഹാബി കിളച്ചുകൊണ്ടിരുന്ന മൺവെട്ടി താഴെ വെച്ചിട്ട് 2 കണ്ണും 2 കൈയും മുകളിലേക്ക് ഉയർത്തിയിട്ട് ദുആ ചെയ്തു. അള്ളാന്റെ ഹബീബിനെ കാണലായിരുന്നു ഈ കണ്ണിൻ്റെ സന്തോഷം, ഇനി എനിക്ക് ഈ കാഴ്ച വേണ്ട റബ്ബേ എന്ന്. ഉടനെ തന്നെ ആ സ്വഹാബിയുടെ കാഴ്ച ഇല്ലാതെയായി. റസൂലുള്ളയും സ്വഹാബത്തും യാത്രക്കിടയിൽ ഹുദൈബിയയിൽ താമസിക്കുമ്പോൾ സന്ധ്യ സംഭാഷണത്തിന് ഖുറൈശി പ്രതിനിധിയായി വന്നത് ഉർവത്ത് ബിൻ മസ്ഊദ് ആയിരുന്നു. അന്ന് ഉർവ മുശ്രിക്കാണ്. ഉർവ കയറി വരുന്ന സമയത്ത് കാണുന്ന കാഴ്ച വല്ലാതെ അത്ഭുതപ്പെടുത്തി. ഒരു മരത്തിൻ്റെ പാത്രം റസൂലുള്ളാന്റെ കയ്യിലുണ്ടായിരുന്നു. ഉയർന്ന സ്ഥലത്തിരുന്നിട്ട് റസൂലുള്ള ഒളു എടുക്കുന്നുണ്ട്. ഒരു കൂട്ടം ജനങ്ങളുണ്ട് റസൂലുള്ളാന്റെ മുന്നിൽ. അവർ ചെയ്യുന്നത് എന്താണെന്നറിയോ? പുറകിലുള്ളവർ തിരക്കിട്ട് മുന്നിലേക്ക് കയറാൻ നോക്കുന്നുണ്ട്. മുന്നിലുള്ളവർ റസൂലുള്ള മുഖവും മുൻകൈയുമൊക്കെ കഴുകുമ്പോൾ കൈൻ്റെ ഇടയിലൂടെ വീഴുന്ന വെള്ളത്തിനു വേണ്ടി കൈയും നീട്ടി നിൽക്കുന്നുണ്ട്, 2ഉം 3ഉം സ്വഫായിട്ട്. ആ കൂട്ടത്തിൽ ആർക്കെങ്കിലും കിട്ടിയാൽ ശരീരത്തിലേക്ക് തടവും. കിട്ടാത്തവർ എന്താ ചെയ്തതെന്നറിയോ? കിട്ടിയവരുടെ കയ്യിലുള്ള നനവിനെ തൊട്ട് തടകുന്നു. ഇത് കണ്ടിട്ട് ഉർവ ഖുറൈശികളുടെ അടുത്തേക്ക് പോയിട്ട് പറയുന്നുണ്ട്, ഞാൻ കിസ്റയുടെ കൊട്ടാരം വരെ പോയിട്ടുണ്ട്, പക്ഷേ ഞാൻ ലോകത്ത് പല നാട്ടിൽ പോയിട്ടും മുഹമ്മദിൻ്റെ സ്വഹാബത്ത് മുഹമ്മദിനെ ബഹുമാനിക്കുന്നത് പോലെ ബഹുമാനം ഞാൻ കണ്ടിട്ടില്ല എന്ന്. അതാണ് റസൂലുള്ളാന്റെ സ്വഹാബത്ത്. അത്രയ്ക്ക് മതമായിരുന്നു അവർക്ക്.